ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് നെല്ലിക്ക ഉപ്പിലിടാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ഇടുന്നത്. ഗ്ലാസ് ബൗളിൽ മുഴുവനെയാണ് ഇടുന്നത്, മുറിച്ചല്ല. ചിലർ മുറിച്ചിടും, നമ്മൾ മുഴുവനെയാണ് ഇടുന്നത്. നമ്മളിവിടെ എണ്ണ കാച്ച നെല്ലിക്ക വാങ്ങിച്ചു. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തതാണ് ഉപ്പിലിടാൻ. ആർക്കെങ്കിലും എണ്ണയുടെ കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ നെല്ലിക്ക എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കാന്താരി ഇടുവാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെള്ളക്കാന്താരിയാണ് നമ്മളിടുന്നത്. കുറച്ച് വലിയ കാന്താരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല, കുറച്ച് ടേസ്റ്റ് കൂടെ കൂടുതലാണ് ഈ കാന്താരി മുറിച്ചിടുമ്പം. ആ എരിവ് നല്ല രീതിയിൽ ആ വെള്ളത്തിലൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മ മുറിച്ചാണ് കാന്താരി ഇടുന്നത്. കാന്താരി കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ നല്ലോണം ഇഷ്ടമാണ്. പിന്നെ നമുക്ക് അതിൽ ഉപ്പിട്ടത് കഴിക്കുമ്പം കുറച്ച് എരിവൊക്കെ തോന്നുന്നത് നല്ലതാണ്. നമ്മൾ കാന്താരി എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് ആവശ്യത്തിന് മതി. ഒരുപാട് ഉപ്പായാൽ അത് വല്ലാതെ ചെടിക്കും. അപ്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം പച്ചവെള്ളമല്ല, തിളപ്പിച്ചാറിച്ച ചൂടുവെള്ളമാണ്. ഒരുപാട് ചൂടൊന്നുമില്ല, ചെറു ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അത് നല്ല രീതി നെല്ലിക്കയുടെ മുകളിൽ വരെ എത്തുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചെല്ലാം നല്ല രീതിയിൽ അടച്ച് നല്ല രീതിയിൽ വെക്കുക.